നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റി. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ നിർണായകമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരള ഗവർണറുടെ ഇടപെടൽ വിസ്മരിക്കാൻ കഴിയില്ലെന്ന് ചാണ്ടി ഉമ്മൻ. മോചനത്തിനായി സർക്കാർ തലത്തിൽ മാത്രമാണ് ചർച്ച നടന്നിട്ടുള്ളതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവിട്ട് കാന്തപുരം വിഭാഗം. യമനിൽ ജയിലിൽ കഴിയുന്ന നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. അതേസമയം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ഇതുവരെ മാപ്പ് നൽകാനോ ബ്ലഡ് മണി സ്വീകരിക്കാനോ സമ്മതിച്ചിട്ടില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം ന്യൂസ് ചാനലുകളിൽ പ്രതികരിച്ചു. എന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി സർക്കാർ തലത്തിലല്ലാതെ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ലെന്ന യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിന്റെ വാദം കല്ലുകടിയായി. കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനും മോചനം സാധ്യമാക്കാനുമുള്ള വാതിലുകളെല്ലാം അടഞ്ഞെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതിന് പിന്നാലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായി മാറിയിരുന്നു. നിമിഷപ്രിയയുടെ കാര്യത്തിൽ പുതിയ പ്രതീക്ഷകൾ സാധ്യമായതിനു പിറകിൽ കാന്തപുരത്തിന്റെ മഹത്വമാണെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ സമസ്ത നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, സാമൂഹ്യ ഐക്യത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതായും മർക്കസിൽ വെച്ച് നടന്ന ചടങ്ങിനിടെ സജി ചെറിയാൻ പറഞ്ഞു. വധശിക്ഷ കാത്ത് തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കാന്തപുരവും വ്യക്തമാക്കി. വിഷയത്തിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും കൊല്ലുന്നതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യം അവിടെയുള്ളവരെ അറിയിച്ച് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയുമാണെന്നും വേദിയിൽ കാന്തപുരം പറഞ്ഞിരുന്നു. അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് കാന്തപുരം വിഭാഗം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. യമനിലേക്ക് പ്രതിനിധിയെ അയക്കാനാണ് ഏറ്റവും പുതിയ നീക്കമെന്നാണ് വിവരം. മർക്കസിൽ അടിയന്തര കൂടിയാലോചനകൾ നടക്കുകയാണ്. യമനിലേക്ക് പ്രതിനിധികളെ അയക്കുന്നതാണ് ഫലപ്രദമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാന്തപുരത്തിന്റെ നടപടി. വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ യമനിൽ തുടരവെയാണ് പ്രതിനിധികളെ അയക്കാനും തീരുമാനിക്കുന്നത്. ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിൽ ഉണ്ടായതെന്ന വിവരമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ പങ്കുവയ്ക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ തുടരുകയാണ്. വധശിക്ഷ നീട്ടിവെക്കുക എന്നതിനാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പ്രാധാന്യം നൽകുന്നതെന്നാണ് വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളെ പരിഹരിക്കാൻ സഹായകമായേക്കും എന്ന പ്രതീക്ഷയിലാണ് കേരള ജനത. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവസാന കാലത്ത് നടത്തിയ നീക്കങ്ങൾ മകൻ ചാണ്ടി ഉമ്മൻ ഓർമ്മപ്പെടുത്തി. പിതാവ് മരിക്കുന്നതിന് മുൻപ് പ്രകടിപ്പിച്ച ആഗ്രഹം നിമിഷപ്രിയയുടെ മോചനമായിരുന്നു. കേരള ഗവർണർ അർലേക്കറെ നേരിൽ കണ്ട് വിഷയത്തിൽ ഗൗരവമായ നടപടി സ്വീകരിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടിരുന്നു. ഗവർണർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടിനെ പ്രശംസിച്ച ചാണ്ടി ഉമ്മൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലിനെയും പ്രത്യേകം എടുത്തു പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും കേസ് അവസാനിച്ചിട്ടില്ലെന്നുമാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്.